ഗ്രാജുവലി ഭയങ്കര പ്രോഗ്രസീവായിട്ട് കയറുന്നുണ്ട്. ബട്ട് വൺസ് 5000 RPM കിക്ക് ചെയ്താണ്ടല്ലോ വലിച്ചുകൊണ്ട് നോക്കിയേ. അത് ബജാജിൻ്റെ വണ്ടികളുടെ ഒരു മാജിക്കാണ്. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടൈറ്റിൽ റീഡ് ചെയ്ത പോലെ നമ്മുടെ ബജാജിൻ്റെ ഏറ്റവും പുതിയ N150 പറ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാലാരിവട്ടത്തുള്ള പോപ്പുലർ ബജാജിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ഈ ഒരു വണ്ടിയാണ്. പുതിയൊരു മോഡലാണ്. പുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, പക്ഷേ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് പുതിയതാണ്. നമുക്കിപ്പോൾ ഈ ഒരു ലൈനപ്പിൽ N250 ആയിരുന്നു ആദ്യം ലോഞ്ച് ചെയ്തത്, അതിനുശേഷം N160 ലോഞ്ച് ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2 വീക്സ് മുമ്പ് N150 ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപിളി പറയുവാണെങ്കിൽ നമ്മുടെ എന്നിൻ്റെ ബോഡി N160 N250 ബോഡിയിൽ നമ്മുടെ അതിന് ശേഷം ലോഞ്ച് ചെയ്ത P150 എന്ന് പറഞ്ഞ അണ്ടർ പിന്നിങ്സാണ് കയറ്റിയേക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി നമ്മളൊരു മിക്സാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ P150 അത്യാവശ്യം ലോങ് റൈഡുള്ള വണ്ടിയാണ്, പക്ഷേ ആ വണ്ടി അത്യാവശ്യം ഒരു സ്ലിമ്മറാണ്. എല്ലാവർക്കും ആ ഒരു എന്താ പറയുക ബീഫിയർ ലുക്കൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ ആ വണ്ടി ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അത്യാവശ്യം മെലിഞ്ഞ ഒരു ലുക്കാണ് ആ വണ്ടിക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അത്യാവശ്യം ഒരു മസ്കുലർ ആയിട്ടുള്ള ലുക്ക് വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ബജാജ് ഇറക്കിയ വണ്ടിയാണ് N150 എന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ പറ്റും വണ്ടി നല്ല മസ്കുലറാണ്, എസ്പെഷ്യലി ഇൻ ദിസ് വൈറ്റ് കളർ. അടിപൊളി കളറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ കളർ എന്തുകൊണ്ട് അവർ N250 ലോഞ്ച് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അടിപൊളി ഷെയ്ഡാണ്, എസ്പെഷ്യലി ഈ ഒരു കോൺട്രാക്ട്സ് ഉണ്ടല്ലോ, വൈറ്റ് വിത്ത് ഗ്രേ, നല്ല രസമാണ് ഇൻ പേഴ്സൺ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വന്നപ്പോൾ 150cc അത്യാവശ്യം ഏറ്റവും ലുക്കുള്ളൊരു വണ്ടി തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ ഇതിൻ്റെ പ്രൈസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 1.17 lakhs ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. P150 പ്രൈസ് തന്നെയാണ്. ഇതിൽ നമുക്ക് ആക്ച്വലി ഒറ്റ വേരിയൻ്റ് വരുന്നുള്ളൂ, സിംഗിൾ സീറ്റ് വേരിയൻറ്റ് മാത്രമേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളൂ. ബാക്കിൽ ഡിസ്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. P150 നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്, ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് വരുന്നുണ്ട്, ബാക്കിൽ ഡിസ്ക് വരുന്ന വേരിയൻറ്റ് കൂടി നമുക്ക് P150 അവൈലബിൾ ആണ്. പക്ഷേ N150 കറൻ്റ് ഈ ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ പ്രൈസ് രസമാണ്, സെയിം പ്രൈസാണ്. N150ക്കും P150 ബേസിന് ഒരേ പ്രൈസാണ് വരുന്നത്. അപ്പോൾ ആക്ച്വലി നല്ല രസമാണ് കേട്ടോ വണ്ടി പേഴ്സൺ കാണാനായിട്ട്. അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഒരു ക്വിക്ക് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു LED DRL കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൊജക്ടർ അടിപൊളി നല്ല വെട്ടമുണ്ട്, ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല ക്ലീൻ പെയിൻറ്റഡ് ആയിട്ടുള്ള ഫെൻഡർ കാണാൻ പറ്റും. പിന്നെ ഒരു 260mm വന്നു വന്നു ഡിസ്ക് ബ്രേക്സ് ഉണ്ട്, സിംഗിൾ ചാനൽ ABS ആണ്. പിന്നെ ഒരു 100 സെക്ഷൻ ടയർ, നമ്മുടെ P150 90 സെക്ഷൻ ടയറാണ്, ഇതിൽ വരുന്നത് ഒരു 100 സെക്ഷൻ ടയർ വരുന്നുണ്ട് ഫ്രണ്ടിൽ, 15 ലൈസ് ആണ്. പിന്നെ അത്യാവശ്യം നല്ല മസ്കുലർ ആയിട്ടുള്ള ടാങ്ക്, എടുത്ത് പറയണം, നല്ല മസ്കുലർ ആയിട്ടുള്ള ടാങ്കാണ്. നമ്മുടെ KTMനെയൊക്കെ റിമൈൻഡ് ചെയ്യുന്ന പോലൊരു ടാങ്ക് എക്സ്റ്റൻഷൻ കാറിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ടാങ്ക് കപ്പാസിറ്റി അറൗണ്ട് 13 to 40 ലിറ്റർ ആണ്, ഞാൻ എക്സാക്റ്റ് താഴെ ഇടാം. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു പുതിയ എഞ്ചിൻ P150 ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു 149cc 14 PS ഐ തിങ്ക് 13 Nm ടോപ്പ്, ഞാൻ എക്സാക്റ്റ് ഫിഗർ താഴെ ഇടാം. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് മേറ്റ് ചെയ്തിരിക്കുന്നത്, എയർ കൂൾഡ് ആണ്, ഫാൻസി ടെക്കൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അധികം കാണാൻ പറ്റാത്തൊരു സാധനമാണ് കിക്ക് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നല്ല അത്യാവശ്യം നല്ല വെൽ കാസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫുഡ് പാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് ഒരു ബോക്സ് സിംഗാമാണ്. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടിക്ക് ബാക്കിൽ ഡിസ്ക് വരുന്നില്ല. P150 നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ബാക്കിൽ ഡിസ്ക് വരുന്ന വേരിയൻ്റ്. ഓക്കെ, N150 അത്യാവശ്യം ഇപ്പോൾ നിലവിൽ ഒരൊറ്റ വേരിയൻ്റേ ഉള്ളൂ. പിന്നെ ബാക്കിലെ ടയർ നോക്കുകയാണെങ്കിൽ 120 സെക്ഷൻ ടയറാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ക്രിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ളൊരു LED ടൈലൈറ്റ് വരുന്നുണ്ട്, ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, നല്ല നീറ്റായിട്ടുള്ളൊരു സാരി ഗാർഡും ബാക്ക് റെസ്റ്റും വരുന്നുണ്ട്, ഐ മീൻ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് സെൻറ്റർ സാൻഡ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണ്, സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്ലച്ച് എടുത്ത് പറയണമല്ലോ, അജാതി സ്മൂത്താണ്. ഞാൻ P150 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും സ്മൂത്തായിട്ടുള്ള ക്ലച്ച് ഞാൻ ഇതിനുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഈവൻ നിങ്ങൾക്ക് 1 ഫിംഗറിൽ വരെ ഈ വണ്ടി ക്ലച്ച് ഇടാവുന്നതാണ്, നല്ല സ്മൂത്താണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട്, നല്ല രസമാണ് വണ്ടി കാണാനായിട്ട്. ഈ ഒരു വൈറ്റ് കളർ, അതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് നിലവിൽ സിംഗിൾ സീറ്റ് വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വണ്ടിയുടെ കയറിക്കുമ്പോൾ നിൽക്കുന്നു പറഞ്ഞത്. ഒട്ടും സീറ്റായിട്ടില്ല. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 5.8 ആണ്, എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്. പിന്നെ സീറ്റ് അത്യാവശ്യം വൈഡായതുകൊണ്ട് തന്നെ എനിക്ക് 2 കാലും കുത്തിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്ക് സീറ്റ് ആണെങ്കിൽ നല്ല വൈഡാണ്. സീറ്റ് സസ്പെൻഷൻ പറയണമല്ലോ, നിങ്ങൾ നോക്കി ഭയങ്കര കംഫർട്ടബിളാണ്, നന്നായിട്ട് കിടന്ന് കുലുങ്ങുന്നുണ്ട്. ബാക്ക് സസ്പെൻഷൻ ഭയങ്കര സ്മൂത്താണ്. പിന്നെ കൺസോളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ P150 സെയിം കൺസോളാണ്, ആ ഒരു ഇൻഫിനിറ്റ് ഡിസ്പ്ലേ ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ എൻ്റെ മോനെ നമുക്കിവിടെ ബാറ്ററി ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്, എൻജിൻ വാർണിംഗ് കാണിക്കുന്നുണ്ട്, ഹെഡ്ലൈറ്റ്, ഹൈ ബീം ലോ ബീം ഇൻഡിക്കേറ്റർ, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. നമുക്ക് DT ഡിസ്റ്റൻസ് ലിമിറ്റ്, അതായത് ഇപ്പം നിലവിലെ പെട്രോൾ വെച്ചിട്ട്
വണ്ടി എത്ര കിലോമീറ്റർ ഓടുന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കാണാൻ പറ്റുന്നതില്ല 260 കിലോമീറ്റേഴ്സ് ഓടുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ടൈം കാണിക്കുന്നുണ്ട്, പിന്നെ ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്ററും കാണിക്കുന്നുണ്ട്. പിന്നെ സ്വിച്ച് ഗിയേഴ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം P150 N150 കണ്ടുവന്ന N160 കണ്ടുവന്ന അതേ ഒരു സ്വിച്ച് ഗിയേഴ്സാണ്. ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, ഒരു എൻജിൻ ഗിൽ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റാർട്ടർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു USB ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭയങ്കര നീറ്റ്ലി ലേഔട്ട് കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. ഒരു USB ചാർജറും വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വണ്ടിയുടെ പ്രൊജക്ടർ ലൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ഇത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വണ്ടിയുടെ എക്സോസ്റ്റോടും കാരണം ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഓ, കേൾക്കാൻ പറ്റണമെന്ന് അറിഞ്ഞൂടാ, നല്ല ബേസറായിട്ടുള്ള നോട്ടാണ്. പക്ഷേ N160 അല്ലെങ്കിൽ N250 അത്ര ഒരു ബേസ് ഇല്ല. അതിപ്പോൾ ഇത്ര ഓപ്പൺ ആയിട്ടുള്ള ഏരിയ നോട്ടാണെന്ന് അറിയില്ല. ബേസർ നോട്ടാണ്, ഭയങ്കര സൗണ്ട് കുറച്ചിട്ട് പോലത്തെ നോയ്സാണ് ബേസർ നോട്ട്. പക്ഷേ ഭയങ്കര സൗണ്ട് കുറവാണ്. 100 ബിൽ എക്സോസാണ്. നമുക്ക് ചുമ്മാ ഒന്ന് കൈ എടുത്ത് നോക്കാം. വാവ്, എൻജിൻ ഫീൽ സോ റിഫൈൻഡ്. നമുക്കിവിടെ കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വാവ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് മോണോഷോക്ക് വരുന്നുണ്ട്. നമ്മുടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് വരുന്നുണ്ട്. നമുക്ക് സോഫ്റ്റ് വെക്കാം, ഹാർഡ് വെക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നടക്കണം, നമുക്കത് ഹാർഡ് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടിയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബെല്ലി പാൻ കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റഡ് ആണ്, പ്ലാസ്റ്റിക് ആണ് സാധനം. പക്ഷേ ഈ വണ്ടിയുടെ ഡിസൈനായിട്ട് നോക്കി നല്ലൊരു അഗ്രസീവ് ആയ ലുക്ക് ആ ഒരു ബെല്ലി പാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് ഒരു ചെറിയ ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. വളരെ ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓ, വാവ്, ഇമ്മീഡിയറ്റ്ലി ഫീൽ ലൈക്ക് ദി P150 പോലെ തന്നെ തോന്നുന്നുണ്ട്. എല്ലാം സെയിം ആണ്. ഈവൻ ക്ലച്ച് ആയാലും ഞാൻ പറഞ്ഞു, എനിക്ക് ഈ 150'സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയുടെ ക്ലച്ച് തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു സ്മൂത്ത്നെസ്, പിന്നെ ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള എക്സോസിനോട്ട്. വാവ്, വാവ്, ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഹാൻഡിലാണ് കേട്ടോ. എൻ്റെ വലിയ ഹാൻഡിലൊന്നുമല്ല, ഡോമിനാറൊക്കെ പോലത്തെ വലിയ ഹാൻഡിലൊന്നുമല്ല, വളരെ ചെറിയൊരു ഹാൻഡിലാണ് ഇതിന്. മിററാണെങ്കിലും നല്ല യൂസ്ഫുള്ളാണ്. വാവ്, നല്ല സ്മൂത്താണ് വണ്ടി ഓടിക്കാനായിട്ട്. ഫസ്റ്റ് ഇംപ്രഷൻ എന്താ പറയുക, റിഫൈൻമെൻറ്റ് തന്നെയാണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. പിന്നെ ഇതൊരു 2 വാൽവ് മോട്ടറാണ്, 4 വാൽവ് വണ്ടിയൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഒരു വലിപ്പിച്ചെടുത്ത് പവർ കാണിക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. വാ, ഫസ്റ്റ് ഇംപ്രഷൻ പറയാലോ, ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഈവൻ ക്ലച്ച് ആയാലും ഗിയർ ബോക്സ് ആയാലും. ബ്രേക്കിംഗ് ഈസ് ഗുഡ്. പവർ ഞാൻ പറഞ്ഞു അറൗണ്ട് സെയിം, P150 ആയിട്ട് ഭയങ്കര സിമിലറാണ്. എക്സെപ്റ്റ് കുറച്ചും കൂടി വെയിറ്റ് ഗെയിൻ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര സിമിലറാണ്. വാവ്, ഗിയർ ബോക്സ് നല്ല പ്രിസൈസാണ് കേട്ടോ. പിന്നെ ഇത് എങ്ങനെയുള്ളവർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു പൾസറിൻ്റെ ഒരു 150cc നോക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് P150 ഇഷ്ടമായില്ല, അല്ലെങ്കിൽ സാധാ പൾസർ 180 ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, 150 ഒക്കെ നിങ്ങൾക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാന്നുള്ളൊരു മോഡലാണ് ഈ ഒരു N150 എന്ന് പറയുന്നത്. കാരണം മസ്കുലർ ലുക്കാണ് കാണാനായിട്ട്, പുതിയ ഡിസൈനാണ്. നിങ്ങൾക്ക് ഒരു N160 അല്ലെങ്കിൽ N250 കിട്ടുന്ന അതേ ഒരു ഡിസൈനൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൂടാണ്ട് നല്ല റിഫൈൻമെൻ്റ് ആണ്. പിന്നെ മൈലേജൊക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 55 to 60 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓ മാൻ, 5th ഗിയറിൽ 50 ഒക്കെ വളരെ ഈസി ആയിട്ട്. ഞാനിപ്പോൾ 5th ഗിയറിൽ 55 ആണ് പോകുന്നത്. അറൗണ്ട് 4000 RPM, വളരെ സ്മൂത്താണ്. ഞാനിപ്പോൾ ഇനി വലിപ്പിച്ചാലും ഗ്രാജുവലി ഭയങ്കര പ്രോഗ്രസീവായിട്ട് കയറുന്നുണ്ട്. ഹാൻഡിൽ എനിക്ക് ഭയങ്കര വീടായിട്ടാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഹാൻഡിൽ എന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ കുറച്ച് അങ്ങോട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, അങ്ങോട്ടാണ് ഹാൻഡിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ്ലി അപ്രൈറ്റ് എന്ന് ഞാൻ പറയില്ല. എന്നാൽ അൺകംഫർട്ടബിൾ അല്ല, കംഫർട്ടബിൾ ആണ്. നോട്ട് ഇൻ എ ബാഡ് വേ, കംഫർട്ടബിൾ ആണ്. ഒരു ചെറിയൊരു സ്പോർട്ടി ആയിട്ട് തോന്നും വണ്ടി. ട്രാഫിക്കിൽ ഓടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖം, വളരെ സുഖം, ഒന്നും പറയാനില്ല. ഒരു ഇന്ത്യൻ മാനുഫാക്ചറിന് ഇത്ര ഒരു റിഫൈൻമെൻറ്റ് ബജാജിൽ നിന്നല്ലാണ്ട് വേറൊരു വണ്ടിയൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ വേറൊരു വണ്ടി എനിക്ക് പറഞ്ഞു തരും, TVSന്നോ ഹീറോന്നോ ഇത്ര റിഫൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടി, ഒരു 150cc വണ്ടി. ഈ വണ്ടിയുടെ റിഫൈൻമെൻറ്റ് ലെവൽ വെച്ചിട്ട് ഈ വണ്ടി കമ്പീറ്റ് ചെയ്യുന്നത് ഐ തിങ്ക് ഒരു ഹോണ്ട അല്ലെങ്കിൽ യമഹ, സുസുക്കി ഒക്കെ ആയിട്ടാണ്. അത് റിഫൈൻമെൻ്റ് ആണ് ഈ വണ്ടി. നമുക്ക് ജസ്റ്റ് ഒന്ന് വലിപ്പിക്കാം.
ബ്രേക്ക് ടെക്സ്. ഓ ബ്രേക്ക് സ്കൂൾ, ബ്രേക്ക് കൊള്ളാം. ഭയങ്കര പ്രോഗ്രസീവാണ്. എന്നാൽ ഒരു ബൈറ്റ് ഫീൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ലിവർ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വാവ്, വളരെ ഇഷ്ടമായി. പിന്നെ വണ്ടിയുടെ എക്സ്ഷോറൂം ഞാൻ പറഞ്ഞു, വണ്ടിയുടെ ഈ പ്രൈസും നമ്മുടെ P150യുടെ പ്രൈസും ഏറെക്കുറെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് EMI കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ P150യുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അറൗണ്ട് സെയിം ആണ്. നല്ല രസമാണ് കേട്ടോ. നല്ല ഭയങ്കര ഫണ്ണായിട്ടുള്ള വണ്ടിയാണ്, ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. നല്ല രസമാണ് ഓടിക്കാനായിട്ട്. ഭയങ്കര അഡിക്റ്റീവ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു എൻജിൻ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തതാണ്. സൂപ്പറായിട്ടുള്ള എൻജിനാണ്, നല്ല രസമാണ്. നിങ്ങളൊരു ജാപ്പനീസ് ലെവൽ റിഫൈൻമെൻറ്റ് ഫ്രം ആൻ ഇന്ത്യൻ മാനുഫാക്ചർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ ദിസ് ഷുഡ് ബി ഇൻ യുവർ ലിസ്റ്റ് എന്നേ പറയാനുള്ളൂ. അടിപൊളിയാണ്, ഇവിടെ എടുത്ത് നോക്കാം. കാരണം വണ്ടിയുടെ ഷോർട്ട് ഹാൻഡിലായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഹാൻഡിൽ തട്ടുമോ വണ്ടി പോയി മുട്ടുമോ ഒന്നും പേടിക്കൊന്നും വേണ്ട. ഈസിലി നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഈവൻ സെക്കൻഡ് ഗിയറിൽ വരെ പയ്യെ പോട്ടോ. സെക്കൻഡ് ഗിയർ ആസ് ലോ ആസ് 20-80 വരെ പോവാം. വണ്ടി പിക്ക് ചെയ്തോളും. നോക്കിയ കാര്യങ്ങളൊന്നുമില്ല. ഈസി നിങ്ങൾക്ക് കാണാൻ പറ്റും. സെക്കൻഡ് ഗിയറിലാണ് ഞാൻ പോകുന്നത്. 20 കിലോമീറ്ററാണ്. അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റൊക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര സർവീസ് കോസ്റ്റ് ഒന്നുമില്ല. അറൗണ്ട് 1000 അതിന് താഴെയൊക്കെ വരുന്നുള്ളൂ. എഞ്ചിൻ ഓയിലിൻ്റെ കാശ് മാത്രമേ വരുന്നുള്ളൂ. മെയിനായിട്ട് എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ അങ്ങനത്തെ കാര്യങ്ങളേ വരുന്നുള്ളൂ. പിന്നെ വണ്ടിക്ക് എയർ കൂൾഡ് എഞ്ചിനാണ്. ലിക്വിഡ് കൂളിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്ക് നല്ല നോട്ടം കിട്ടുന്നുണ്ട്. ബിക്കോസ് അടിപൊളി വൈറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ നല്ല നോട്ടം കാര്യങ്ങളൊക്കെ വണ്ടി കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇടുക. ഐ തിങ്ക് വീഡിയോ ഞാൻ ജസ്റ്റ് ധൃതി പിടിച്ച് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് പറയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു എഞ്ചിൻ ഇതിൻ്റെ P150 എന്ന് പറഞ്ഞ മോഡൽ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം ഒരു ടൈം കൊടുത്ത് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും. ഒരു NS 200 ആണ് കേട്ടോ ഗൈസ് തൂക്കിയിട്ടേക്കണേ. ലെജിറ്റ് NS 200 എഞ്ചിൻ അടക്കമുണ്ട്. പിന്നെ അതെ, ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി P150. ഇതിൻ്റെ അണ്ടർ പിന്നിങ്സ് ആണ് ഇപ്പോൾ നമ്മുടെ N150 എന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കിക്കണം. അതായത് ടയേഴ്സ് ഇത്തിരി വലുതാണ്. എൻജിൻ, അലോയ്, സ്വിംഗ് ആം എല്ലാം സെയിം. എന്നിട്ട് നമ്മുടെ N250 ഉണ്ടോ, ഇതിൻ്റെ ബോഡിയിൽ അത് കയറ്റിയേക്കുന്നു. റിസൾട്ട് ഇതാണ് റിസൾട്ട്.